നാട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പായിരുന്നു കേട്ടോ പഴനിയും കൊടൈക്കനാലും. പഴനി കണ്ടു, ഇതാ കൊടൈക്കനാലിലേക്ക് പോവാണ്. രാവിലെ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ചെറിയ കടയിലാണ് കേട്ടോ കയറിയത്. കട ചെറുതാണെങ്കിലും ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല. ആദ്യം തന്നെ വടയാണ് വന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയായിരുന്നു. അത് കഴിച്ച് തീർത്തപ്പോഴേക്കും മസാല ദോശ വന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വയ്യാതെ തന്നെ നമ്മൾ ഓംലെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനല്ല, പ്രിനിയാണ് ഓർഡർ ചെയ്തത്. എന്നാലും അതിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്ത് ഞാൻ അതുകൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ എല്ലാം മേലെ ഒരു കോഫി കൂടെ വന്നപ്പോഴാണ് കംപ്ലീറ്റ് ആയത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ വയറൊക്കെ ഫുള്ളായപ്പോൾ നമ്മുടെ എനർജിയൊക്കെ തിരിച്ചു വന്നു. ദേ ഈ കുഞ്ഞിൻ്റെ തല മുട്ടയടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഴനി പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നല്ലൊരു ഉണ്ണിക്കുട്ടനായി. അങ്ങനെ കുറച്ച് സമയത്ത് ഡ്രൈവിങ്ങിനൊടുവിൽ നമ്മൾ കൊടൈക്കനാലിന്റെ ബോർഡർ ഇതാ താണ്ടുവാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കൊടൈക്കനാലിൽ വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ചുരം ഉള്ളതൊന്നും എനിക്ക് അറിയേ ഇല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു യാത്ര. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമുക്ക് തീരെ എക്സ്പെക്ടേഷൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴായിരിക്കും നമുക്കത് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഓടി ഓടി നമ്മളിതാ കൊടൈക്കനാൽ എത്തിയിട്ടുണ്ട് ഏകദേശം. ആദ്യം തന്നെ നമുക്ക് ഈ കുഞ്ഞൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റിയത്. വേനൽക്കാലം ആയതുകൊണ്ടായിരിക്കും അവിടെയൊന്നും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതിനേക്കാളും കുറവാന്ന് പറയുന്നതായിരിക്കും നല്ലത്. തീരെ അങ്ങോട്ടില്ലാത്ത പോലെയൊന്നും അല്ല. ഇത്രയും ദൂരം ഓടി വന്നാലെന്ന് വിചാരിച്ച ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് മാങ്ങയൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ. എന്താണെന്ന് അറിഞ്ഞോട്ടെ, ഇവിടുത്തെ മാങ്ങയ്ക്ക് ഒട്ടും അങ്ങനെ പുളി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അറഞ്ച തീറ്റയായിരുന്നു. അടുത്ത നമ്മുടെ വലിയ ടാസ്ക് എന്ന് പറയുന്നത് താമസിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കാന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഓടി ഓടി ഞങ്ങൾ കണ്ടുപിടിച്ച സ്ഥലമാണിത്. ദ ഗ്രാൻഡ് മിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് റിസോർട്ട് എന്നൊന്നും പറയാൻ മാത്രം വലിപ്പമൊന്നുമില്ല. എന്നാലും നല്ല അത്യാവശ്യം അടിപൊളി ഒരു റൂമായിരുന്നു കേട്ടോ. AC-യും ഫാനും ഒന്നും ഉള്ള റൂമല്ല, എന്നിട്ട് പോലും ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു. അത്യാവശ്യം നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വലിപ്പമുള്ള ഒരു കബോർഡും നല്ല വൃത്തിയുള്ള ബാത്റൂമും ഒക്കെ ആയിരുന്നു. അപ്പൊ തന്നെ നമുക്ക് പകുതി സമാധാനമായി. ഇത്രയും ഓടി നടന്ന് കണ്ടുപിടിച്ച സ്ഥലം മോശമായില്ലല്ലോ. പിന്നെ ഇവിടുത്തെ ബാൽക്കണി വ്യൂവും ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. കൊടൈക്കനാലിൽ വരാൻ നിങ്ങൾ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റൂം തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെ റൂമൊക്കെ സെറ്റായി. ഇനി നമ്മുടെ പ്ലാൻ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കാനാണ് എപ്പം നമ്മൾ ഈ ഇറങ്ങി നടക്കുന്നത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ച ഹോട്ടലാണ് കേട്ടോ, ഹോട്ടൽ ജാക്കോബ്സ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഹോട്ടൽ. നമ്മൾ ഇവിടുന്ന് ഊണാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ 65 അങ്ങനെ എന്തോ കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നാൽ നമുക്ക് ഏറ്റവും എക്സ്പെൻസീവ് വരുന്നത് ഫുഡിനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ യാത്രാവിശേഷങ്ങൾ തീർന്നിട്ടില്ല കേട്ടോ. ഇവിടെ കണ്ട കാഴ്ചകളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.